السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. السلام عليك زين الأنبياء، السلام عليك أتقى الأتقياء. വളരെയേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ മജ്‌ലിസുൻ നിഅമ എന്ന മഹത്തായ കൂട്ടായ്മയിലെ വന്യരായ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, സ്നേഹനിധികളായ മൗല ആശിഖീങ്ങളെ, അഡ്മിൻ ഡെസ്കിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പറയലുമൊക്കെ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. സർവോപരി മുത്തുമൗലായുടെ കദമിന്റെ തഹ്തിലായി നാം ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മയിലും വളരെ വിപുലമായ രീതിയിൽ തന്നെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം ക്ഷമ എന്ന വളരെ വിശാലമായ ഒരു വിഷയമാണ്. തീർത്തും അനർഹനാണ് എന്ന ബോധ്യത്തോടുകൂടി തന്നെ ഈ വിഷയം ഞാൻ ഏറ്റെടുക്കാൻ കാരണം, അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് നമുക്ക് ക്ഷമയുടെ ഗ്രാഫ് അല്പം വർദ്ധിക്കാൻ ഇതൊരു സബബാവട്ടെ എന്ന പ്രത്യാശ കൊണ്ട് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവർക്കും അർഹിക്കുന്ന രീതിയിൽ ക്ഷമ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. വിശുദ്ധമായ ഖുർആനിന്റെ പവിത്രമായ പാഠങ്ങളിൽ ഒന്നാണ് ക്ഷമ എന്നുള്ളത്. 100-ൽ പരം സ്ഥലങ്ങളിൽ ക്ഷമയെ സംബന്ധിച്ച് പ്രതിപാദിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ എല്ലാ ഇഷ്ടങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേകമായ പ്രക്രിയയാണ് ക്ഷമ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല സർവ്വ അമ്പിയാക്കളെയും പരീക്ഷിച്ചുകൊണ്ട് ക്ഷമയുടെ മാധുര്യം നൽകിയതായി കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ തന്നെ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ അവിടുത്തെ ജീവിതത്തിൽ അനുഭവിച്ച ക്ഷമയുടെയും വിട്ടുവീഴ്ച മനോഭാവത്തിന്റെയും ഒക്കെ പാഠം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരണപ്പെട്ട വഫാത്തായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന പാതയിൽ ത്വായിഫിലെ ജനത കല്ലെടുത്തുകൊണ്ട് മർദ്ദിക്കുകയും മറ്റും ശരീരത്തിൽ നിന്ന് രക്തം ചിന്താൻ വരെ കാരണമായ ആ സമയത്ത് പോലും മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഈ മലയുടെ ഇടക്ക് വെച്ചുകൊണ്ട്, ഈ കാണുന്ന മലക്ക് ഇടക്ക് വെച്ചുകൊണ്ട് ആ ശത്രു സമൂഹത്തെ ഞാൻ നശിപ്പിച്ചു കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ സമൂഹം അത് അറിവില്ലാത്ത വിഭാഗമാണ്. അവരിൽ നിന്ന്, അവരുടെ തലമുറകളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഖൈറ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ക്ഷമയുടെയും വിട്ടുവീഴ്ച മനോഭാവത്തിന്റെയും ആ ഒരു പാഠം എത്ര നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. സർവ്വ അമ്പിയാക്കളും അതേപോലെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രബോധന വേദിയിൽ, പ്രബോധന പാതയിൽ 950-ൽ പരം വർഷങ്ങൾ ജീവിച്ചു. കേവലം തുച്ഛമായ ആളുകൾ മാത്രമാണ് ഇസ്ലാമിന്റെ ശാന്തതീരത്തെ കടന്നു വന്നത്. എന്നിരുന്നാൽ പോലും അതൊന്നും ബഹുമാനപ്പെട്ടവരെ അതിൽ നിന്ന് പിന്മാറുന്നതിലേക്ക് അദ്ദേഹത്തിന് വൈതലിയിച്ചില്ല എന്നുള്ളതാണ്. അവൻ പ്രബോധകനെ എങ്ങനെ അവന്റെ പ്രബോധന സമയത്തുണ്ടാകുന്ന ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നാം കണ്ണോടിക്കേണ്ടതാണ്. ആ ജീവിത
ആ ജീവിതം നമ്മൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു രോഗി എങ്ങനെ ക്ഷമിക്കണമെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തന്റെ കൃഷിയിടങ്ങളും കന്നുകാലികളും തോട്ടങ്ങളും എന്നുവേണ്ട സർവ്വ സമ്പത്തുകളും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടും ബഹുമാനപ്പെട്ടവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചു നിന്നു. വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമാരാണ് അള്ളാഹുവിന്റെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ ബഹറിലായിരുന്നു. അത്രയും പരീക്ഷണങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിഞ്ചുമകൻ നൽകുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ വഹി വരികയാണ്, ആ പിഞ്ചു മകനെ അറുക്കണം. ആ പരീക്ഷണത്തിന് അവർ തയ്യാറാകുകയാണ്. തന്റെ ബാപ്പയാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് തല നീട്ടിക്കൊടുത്ത ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ ക്ഷമയും വിട്ടുവീഴ്ച ആ ഒരു അവർ അനുഭവിച്ചതായ പരീക്ഷണങ്ങൾക്ക് എത്രയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിശ്വാസിയെയും അവന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ചുകൊണ്ടാണ് പരീക്ഷിക്കപ്പെടുക. ബഹുമാനപ്പെട്ട ഇബ്നു മാജ റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൻ നാസി അശദ്ദു ബലാഅൻ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നവർ ആരാണ്? ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ അംബിയ, അംബിയാക്കന്മാരാണ്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അവരോടടുത്തവരാരാണോ ദീനിൽ അവരെ പരീക്ഷിക്കപ്പെടുന്നതാണ്. യുബ്തലൽ അബ്ദു അലാ ഹസ്ബി ദീനിഹി, ഓരോരുത്തരെയും അവന്റെ ദീനിന്റെ തോതനുസരിച്ചുകൊണ്ടാണ് പരീക്ഷിക്കപ്പെടുക. ഫൈൻ കാന അലാ ദീനി സുൽബ, അവനവന്റെ ദീനിൽ എത്രമാത്രം ശക്തമാനാണോ, ഇസ്തദ്ദ ബലാഉഹു, അവന്റെ പരീക്ഷണവും ശക്തിയാകും. വൈൻ കാന ഫീ ദീനിഹി റിഖത്തൻ, അവനവന്റെ ദീനിൽ അത്ര ശക്തമാനല്ല എങ്കിൽ ഉബ്തുലിയ അലാ ഹസ്ബി ദീനിഹി, അവന്റെ ദീനിന്റെ തോതനുസരിച്ചുകൊണ്ട് അവന് പരീക്ഷിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഫമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുകു അയംശി അലൽ അർളി വമാ അലൈഹി മിൻ ഖതിയ. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അടിമയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അവൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരു ദോഷവും ഉണ്ടാകുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം അല്ലാഹുവിനോട് അടുക്കുന്നു അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഈ സമയങ്ങളിലെല്ലാം മുഅ്മിനായ മനുഷ്യൻ ക്ഷമിച്ചു നിൽക്കും. നമുക്കറിയാമല്ലോ സുപരിചിതമായ ഒരു ഹദീസ്, അജബല്ലി അലിൽ അംറിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വളരെ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലു ഖൈറുൻ, എല്ലാ കാര്യവും നന്മയാണ്. സന്തോഷദായകമായ കാര്യമെത്തിയാൽ ശക്കറ, അല്ലാഹുവിന് ശുക്ർ ചെയ്യും, നന്ദി രേഖപ്പെടുത്തും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയായി തീരും. വഇൻ അസാബതു ദർറ, ദോഷകരമായത് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലോ അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറായി തീരുകയും ചെയ്യും. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഒന്നിരിക്കൽ സന്തോഷദായകമായ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ദോഷകരമായതായിരിക്കും. അപ്പോൾ ക്ഷമ എന്നുള്ളത് ഒരു വിശ്വാസിയുടെ പകുതിയാണ്, വിശ്വാസത്തിന്റെ പകുതിയാണ് ക്ഷമ എന്നുള്ളത്. പകുതി ക്ഷമയും പകുതി ശുക്റുമാണ് എന്ന് മറ്റൊരു വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ഷമ 3 രീതിയിലായി മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അസ്സബ്റു അല ത്വാഅത്തി, അല്ലാഹുവിന് നിരന്തരമായി ആരാധനകൾ ഏർപ്പെടുന്നതിന് മേലുള്ളതായ ക്ഷമയാണ്. രണ്ടാമത്തെ സബ്റു അനിൽ മഅസിയത്തി, അല്ലാഹുവിനെ ദോഷം ചെയ്യുന്ന തൊട്ട് ക്ഷമിച്ചു നിൽക്കുക, ദോഷം വരാതെ സൂക്ഷിക്കുക. മൂന്നാമത്തെ സബ്റു അലൽ മസായിബി, മുസീബത്ത് വരുമ്പോഴുള്ള ക്ഷമയാണ്. എന്നിട്ട് പറയുന്നു അസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, യഥാർത്ഥമായ ക്ഷമ എന്നുള്ളത് പ്രഥമഘട്ടത്തിലാണ്. എല്ലാം കോപമെല്ലാം വന്നതിന് ശേഷം ക്ഷമിച്ചതിന് അർത്ഥമില്ലല്ലോ. നമുക്കറിയാമൊരു സുപരിചിതമായ ഹദീസ്, ഒരു ഖബറിനരികെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയുണ്ടായി.
എന്നിട്ട് പറഞ്ഞ ആ സ്ത്രീയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വസ്ബിരി, നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് അറിയാതെ ഇലൈക അന്നി, നിങ്ങൾക്ക് എന്റെ വിഷമം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അങ്ങനെ സംസാരിച്ചപ്പോ പിന്നീട് ആ സ്ത്രീ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പോയപ്പോ കൊടുത്ത മറുപടി എന്താണ്? അസ്സബ്റു ഇൻദ സദമത്തിൽ ലൂല, യഥാർത്ഥത്തിൽ ക്ഷമ ഉണ്ടാവേണ്ടത് അതിന്റെ ആദ്യഘട്ടത്തിലാണ്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന് 900 പതിന്മടങ്ങ് പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്നതാണ്. സമ്പത്തിലുള്ളതായ കുറവ് കൊണ്ടും ശരീരത്തിലുള്ളതായ കുറവുകൾ കൊണ്ടും പേടി കൊണ്ടും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്നതാണ്. എന്നിട്ട് അവസാനം പറയുന്നു, വബശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്, ക്ഷമാശീലർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. അല്ലദീന ഇദാ അസാബത്ഹും മുസീബഹ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്ഷമ വരും, മുസീബത്ത് വരുമ്പോൾ ഈ ദിക്റുകൾ നാം പതിവാക്കേണ്ടതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതുതരം ചെറിയ മുസീബത്തുകൾ വന്നാലും നാം ഈ ഇസ്തിർജാഇന്റെ കലിമത്ത് ചൊല്ലണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ ഒരു മുസീബത്ത് സംഭവിച്ചാൽ പോലും, ഉദാഹരണമായ ഒരു ചെറുപ്പിന്റെ വാറ് മുറിഞ്ഞാൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു. കാരണം അതിന്റെ അവസാനമായി പറയുന്നുണ്ട്, അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹുവിന്റെ പ്രത്യേകമായ കരുണയും അവന്റെ അനുഗ്രഹവും ഹിദായത്തും ലഭിക്കുന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, തന്റെ ഭർത്താവാകുന്ന അബൂ സലമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയി തിരികെ വന്നുകൊണ്ട് ഉമ്മു സലമയോട് പറയുകയാണ്, എനിക്കിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് സന്തോഷദായകമായ ഒരു വാക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോ, എന്ത് മുസീബത്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ ചൊല്ലുകയും അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, എന്റെ മുസീബത്തിനേക്ക് പ്രതിഫലം നൽകുകയും ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നൽകുകയും ചെയ്യണമേ എന്ന ദിക്ർ ചൊല്ലണമെന്ന് മഹദിയായ ഉമ്മു സലമയോട് പറഞ്ഞപ്പോ, പിന്നീട് അബൂ സലമ വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഈ ദിക്ർ ചൊല്ലി. ദിക്ർ ചൊല്ലിയതിനു ശേഷം തന്റെ നഫ്സിലേക്കൊന്ന് മടങ്ങി മനസാക്ഷിയോട് ചോദിച്ചു, എന്താണ് അതിനേക്കാൾ ഖൈറായത് എനിക്ക് ലഭിച്ചിട്ടുള്ളത്? പിന്നീടാണ് മഹദിക്ക് മനസ്സിലായത്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ ഭർത്താവായി ലഭിച്ചു എന്നുള്ള അതിയായ സന്തോഷമാണ് മഹദിക്ക് ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദിക്ർ വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. എന്ത് മുസീബത്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇസ്തിർജാഇന്റെ കലിമത്തിന് ശേഷം അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന ദിക്റും കൂടി ചൊല്ലേണ്ടതാണ്. അങ്ങനെ ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോഴെല്ലാം ക്ഷമിക്കുക എന്നുള്ളത് അതിമഹത്തായ ഒരു സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട തംബീഹുൽ ഗാഫിൽ എന്ന കിതാബിൽ കാണാം, ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, ഇദാ ഉദ്ഖില റജുൽ ഖബർ, ഓരോരുത്തരെയും ഖബറിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഖാമത്തിസ് സ്വലാത്തു അൻ യമീനിഹി, നിസ്കാരം അവന്റെ വലഭാഗത്തും സകാത്ത് അവന്റെ ഇടഭാഗത്തും അവന് വേണ്ടി തുണയായി വരുന്നതാണ്. എന്നിട്ട് പറയുന്നു, വസ്സബറു യുഹാജ്ജു അൻഹു, ക്ഷമ അവനെ തൊട്ട് അവന് വേണ്ടി വാദിക്കുന്നതാണ്. അവന്റെ ശിക്ഷയെ തടുക്കാൻ വേണ്ടിയിട്ടും അവന് നല്ല കാര്യങ്ങൾക്കും വേണ്ടി ക്ഷമ അവന് വേണ്ടി തർക്കിക്കുന്നതാണ് എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിച്ചു കഴിഞ്ഞാൽ അമല് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായ പല ഉന്നതമായ സ്ഥാനമാനങ്ങളും പരീക്ഷണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ് എന്ന മഹത്തായ അധ്യാപനം കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറയുന്നതോ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാത്ത കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലമാണ് നൽകാൻ പോകുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പൂർണ്ണമായ അർത്ഥത്തിൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.